ഹായ് ഓൾ. ഇന്ന് ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഒരു ഡേ ടൈം സ്കിൻ കെയർ കാണിച്ചു തരാം. എൻ്റെ അല്ലെങ്കിൽ ഒരു മോർണിംഗ് സ്കിൻ റൂട്ടീൻ. ആദ്യം തന്നെ നമ്മളുടെ ടോണറാണ് ഇത്. ബ്യൂട്ടി ഓഫ് ജോസിയുണ്ട് ടോണർ. ഇതൊരു ആദ്യമായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അധികമായിട്ടില്ല ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എഫക്റ്റീവാണ്, ഭയങ്കര നല്ലതാണെന്നൊന്നും പറയാൻ എനിക്കിപ്പോൾ പറ്റില്ല. അപ്പം ഞാൻ നെക്സ്റ്റ് ലനേഷിൻ്റെ ലിപ് ബാം, ഇത് ലിപ് മാസ്കാണ്. ഇത് ഞാൻ എപ്പോഴും എല്ലാ ദിവസവും രാവിലെയും രാത്രി കിടക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യാറുണ്ട്. വളരെ നല്ലതാണ് കേട്ടോ. ഐ റിയലി റെക്കമെൻഡ് ദിസ്. നെക്സ്റ്റ് വരുന്നത് ദിസ് തിങ് ഓൾസോ ഐ റിയലി റെക്കമെൻഡ്. ഇത് നമ്മുടെ ലാ റോഷ് പോസയുടെ ഒരു ഹൈലറോണിക് സിറമാണ്. നല്ല എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്കൊരിക്കലും വൈറ്റമിൻ സി സിറം ചേരില്ല കേട്ടോ. പക്ഷേ ഇതെൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. കുറച്ച് ഒരു 2 years മുകളിലായിട്ടുണ്ട് ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു ഐ സിറമാണ്. ഇതും ഒരു ന്യൂ സിറം. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ജപ്പാനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ വലിയ അഭിപ്രായം അല്ലെങ്കിൽ ഇതൊന്നുമില്ല. നെക്സ്റ്റ് വരുന്നത് മൈ ഫേവറേറ്റ്, എൻ്റെ ക്ലാരൻസിൻ്റെ ഡബിൾ സിറം. ഇത് ഞാൻ ഒരിക്കലും മിസ് ചെയ്യില്ല. ബിഫോർ മേക്കപ്പ് ഓർ ലൈക്ക് ഫസ്റ്റ് ഒരു മോർണിംഗ് റൂട്ടീനൊക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ. എന്ത് മേക്കപ്പിൻ്റെ മുമ്പും ഇതൊന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേക്കപ്പൊക്കെ ഭയങ്കര ഗ്ലോയി ആയിട്ടും ഡ്യൂയി ആയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓയിലി പ്രോൺ സ്കിന്നാണെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല, എനിക്കറിയില്ല. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ്, ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. എഗെയിൻ ലാ റോഷ് പോസയുടെ ഒരു സ്കിൻ ബാരിയർ ഒരു ക്രീമാണ്, സിക്കാപ്ലാസ്റ്റ്. ഇത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. പിന്നെ നമുക്കൊരു ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ആ ഡ്രൈ ഏരിയാസിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എനിക്ക് എപ്പോഴും ഐബ്രോസിൻ്റെ അവിടെയും മൂക്കിൻ്റെ സൈഡിലൊക്കെയാണ് ഭയങ്കര ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യാറ്. അപ്പം ഇത് ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്ത അല്ലെങ്കിൽ മറക്കാത്തൊരു കാര്യമാണ്. എവിടെ യാത്ര ചെയ്യുമ്പോഴും ഞാൻ കൂടെ കൊണ്ടു നടക്കുന്നൊരു കാര്യമാണ്. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ തന്നെ സൺസ്ക്രീൻ ഇസ് എ മസ്റ്റ് അല്ലേ. ബാക്കി ഒന്നും നിങ്ങൾ ഇട്ടില്ലെങ്കിലും സൺസ്ക്രീൻ ഇടാൻ മറക്കരുത് കേട്ടോ. ഇത് ഭയങ്കര ഡ്യൂയി ആയിട്ടുള്ള ഒരു അങ്ങനത്തെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം അബ്സോർബായിട്ട് ഭയങ്കര ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള, എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഇത് ഞാൻ സ്ഥിരമായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഡേ ടൈം അല്ലെങ്കിൽ പ്രീ മേക്കപ്പ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.